ഹലോ, അഡ്വാൻസ് മെക്കാനിക്സ് സോളിഡ്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിന് ഉള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ. ഇതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഡിഫൈൻ ചെയ്തപ്പോൾ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന എക്സ് പ്ലെയിനിലും വൈ പ്ലെയിനിലും ഒക്കെ ഉള്ള സ്ട്രെസ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ പോയിൻ്റ് കാര്യം വീണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എ എന്നുള്ള പോയിന്റ്, ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന എക്സ് പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനിൽ നമ്മൾ കാണുന്ന സ്ട്രെസ് സിഗ്മ എക്സ്, ടോ എക്സ് വൈ, ടോ എക്സ് സെഡ്. അതുപോലെ വൈ പ്ലെയിനിൽ സിഗ്മ വൈ, ടോ വൈ സെഡ്, ടോ വൈ എക്സ്. ഇവിടെ എക്സ് പോസിറ്റീവ് ഡയറക്ഷൻ ഇങ്ങനെ എടുത്തിരിക്കുന്നു. അതേസമയം സിഗ്മ എക്സ് നമ്മളിവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാണിച്ചിരിക്കുന്നത്. അത് എ എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ എയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നു. അതിൽ വരുന്ന സ്ട്രെസ്സിൻ്റെ കമ്പോണൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇങ്ങനെ രണ്ട് പ്ലെയിൻ നമ്മൾ എടുത്തു. മൂന്നാമത്തെ പ്ലെയിൻ എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് ഇസഡ് പ്ലെയിൻ ആ ഭാഗത്ത് വരും. അപ്പോൾ അങ്ങനെ ഒരു ഇസഡ് പ്ലെയിനോട് ആഡ് ചെയ്യുമ്പോൾ ഈ മൂന്ന് പ്ലെയിനും ഈ എ എന്നുള്ള പോയിന്റിന് അതിൻ്റെ കോമൺ ആണ്. എ എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന മൂന്ന് പ്ലെയിൻസ് ആണ്. ഇവിടെ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എയിലൂടെ പാസ് ചെയ്യുന്ന മൂന്ന് പ്ലെയിൻസ് ആണ് തോന്നുന്നത്. ഇനി നമുക്ക് എയിൽ നിന്ന് അല്പം മാറിയിട്ട് ഉള്ള മൂന്ന് പ്ലെയിൻസ് ഇവിടെ നോക്കാം. എക്സ് പ്ലെയിനിൻ്റെ പാരലായിട്ട് മറ്റൊരു പ്ലെയിൻ, വൈ പ്ലെയിനിൻ്റെ പാരലായിട്ട് മറ്റൊരു പ്ലെയിൻ, അതുപോലെ ഇസഡ് പ്ലെയിനിൻ്റെ പാരലായിട്ട് മറ്റൊരു പ്ലെയിൻ വരുമ്പോൾ ഇവിടെ ഇത് നമുക്ക് എക്സ് പ്ലെയിനിൻ്റെ പാരലായിട്ട് മറ്റൊരു എക്സ് പ്ലെയിൻ വരുന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എ എന്നുള്ള പോയിന്റിൽ നിന്ന് അല്പം മാറിയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് നമുക്ക് ഡി എക്സ് എന്നെടുക്കാം. എ എന്ന് ഡി എക്സ് ദൂരത്തിലാണ് ഈ പ്ലെയിൻ ഉള്ളത്. അവിടെ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സിഗ്മ എക്സ് പ്ലസ് ഡോ സിഗ്മ എക്സ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് അറ്റ് ദ പോയിന്റ് എ ആണ് സിഗ്മ എക്സ്. എന്ന് ഒരു ഡി എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് മാറിക്കഴിയുമ്പോൾ ഇതേ സ്ട്രെസ് അല്ല, സ്ട്രെസ്സിൻ്റെ ഒരു വേരിയേഷൻ വരും. ഈ ചേഞ്ചിനെ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നത് ഗ്രേഡിയൻ്റ് എന്നാണ്. ഈ ടേമിന് പറയുന്നത് ഗ്രേഡിയൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സിഗ്മ എക്സ് with respect to x. Rate of change of sigma x with respect to x. അതാണ് ഡോ സിഗ്മ എക്സ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്. ആൻഡ് ദാറ്റ് ചേഞ്ചസ് ഓവർ ദ ലെങ്ത് ഓഫ് ഡി എക്സ്. ഡി എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോഴാണ് ഇത്രയും ചേഞ്ച് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ആഡഡ് ടു ദ ഒറിജിനൽ വാല്യൂ ഓഫ് ഡി സിഗ്മ എക്സ്. ഇത് ഇതുപോലെ തന്നെ ഓരോന്നിലും വരും. ടോ എക്സ് വൈയിലും ഇതുപോലുള്ള ചേഞ്ചസ് വരും. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻസിൻ്റെ ചേഞ്ചസ് മാത്രം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നു. ഇനി ഇതുപോലെ നമ്മൾ വൈ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ ഈ വൈ പ്ലെയിൻ്റെ പാരലായിട്ട് മുകളിൽ എന്ന് പറയുമ്പോൾ ഡി വൈ എന്നുള്ള ഡിസ്റ്റൻസ് മുകളിലോട്ട്, ഡി വൈ എന്നുള്ള ഡിസ്റ്റൻസ് മുകളിലോട്ട്, എ എന്നുള്ള പോയിന്റിൽ നിന്നായാലും ഇവിടെ നിന്നായാലും രണ്ടും ഒരേ ഡിസ്റ്റൻസാണ്. എ എന്നുള്ള ഈ എക്സ് വൈ പ്ലെയിനിന് ഡി വൈ ഡിസ്റ്റൻസ് മുകളിലാണ് രണ്ടാമത്തെ പ്ലെയിൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ടോ വൈ എക്സ് എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതാണ്. ഇത് എക്സ് ഡയറക്ഷനിലുള്ള ഒരു കമ്പോണൻ്റ് ആണ്. ഇവിടെ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ടോ വൈ എക്സ് പ്ലസ് ടോ വൈ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ.
എന്താണ് ഇത് ഈ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് it represents the gradient, and that means rate of change of tau yx with respect to y over the length dy ഡിസ്റ്റൻസ് മാറുമ്പോൾ എത്ര വേരിയേഷൻ വന്നു. അപ്പോൾ എ കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിൽ tau yx ആണ് എക്സ് ഡയറക്ഷനിലുള്ള ഷിയർ സ്ട്രെസ്. അതേസമയം എയിൽ നിന്ന് dy ഡിസ്റ്റൻസ് മാറിയ പ്ലെയിനിൽ tau yx പ്ലസ് tau yx by tau y into dy അതാണ് കിട്ടുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ആ പിങ്ക് കളറിലുള്ള ഇസഡ് പ്ലെയിൻ എടുത്തിരുന്നു. അവിടെ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് tau zx എന്നൊരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ അത് ഈ ബാക്ക് സൈഡിലുള്ള അല്ലെങ്കിൽ പോയിന്റ് എ കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ നമ്മൾ അത് കാണിച്ചിട്ടില്ല. പക്ഷേ എന്നാലും അങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ട്. അതെന്താണ്? tau xz എക്സസെഡിന്റെ എക്സസെഡ് അല്ലെങ്കിൽ ZX എന്തായാലും ഇത് തന്നെയാണ് ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഇതേ കാര്യം നമുക്ക് മുമ്പിൽ ഈ എയിൽ നിന്ന് ഫ്രണ്ടിലോട്ട് DZ എന്നുള്ള ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു പ്ലെയിനൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻ നമുക്കറിയാം. കണ്ടില്ലേ? നമ്മൾ ബാക്കിലെ പ്ലെയിനിൽ ഇതായിരുന്നു നമ്മൾ കണ്ടിരുന്ന കമ്പോണൻ്റ് സ്ട്രെസ്. അത് ഫ്രണ്ടൽ പ്ലെയിനിൽ വന്നപ്പോൾ tau zx പ്ലസ് tau zx by tau z rate of change of tau zx with respect to z into dz. ഈ ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഈ ബാക്കിലുള്ള പിങ്ക് പ്ലെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ z പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ഓറിയന്റേഷനിലാണ് വരുന്നത്. എ എന്നുള്ള പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നത്. z പ്ലെയിൻ ഇപ്പോൾ നമ്മൾ കാണുന്ന പിങ്ക് പ്ലെയിൻ എന്ന് പറയുന്നത് dz ഡിസ്റ്റൻസ് മുമ്പോട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതായിരിക്കും സിറ്റുവേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ക്യൂബോയിഡ് നമുക്ക് കിട്ടി. ഒരു ക്യൂബോയിഡ് ഉണ്ട്. ഈ ക്യൂബോയിഡിന് 6 വശങ്ങളുണ്ട്. 6 വശത്തിൻ്റെയും ഡയമെൻഷൻസ് എല്ലാം നമ്മളിവിടെ തന്നിട്ടുണ്ട്. അതിൽ എ എന്നുള്ള പോയിന്റ് ആണ് ഒറിജിൻ. ആ ഒറിജിനിൽ കൂടെയാണ് നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് പാസ് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം, ഈ ക്യൂബോയിഡിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്യൂബോയിഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം ഓൾ ടുഗദർ ദേ വിൽ നോട്ട് ക്രിയേറ്റ് എനി മൂവ്മെൻറ്റ്. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആയിരിക്കും. ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് ബോഡി വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് എനി മൂവ്മെൻറ്റ്. അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റാറ്റിക് കണ്ടീഷൻ ഏതാണ്? Forces acting along the x direction should be equal to 0. Sum of all forces acting along the x direction. ഇതിലെ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്? സിഗ്മ എഫ് എക്സ്. ആദ്യത്തെ ഒരു ടേം എഴുതിയിരിക്കുന്നത് മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു ഡി വൈ ഡി സെറ്റ്. അതെന്തുകൊണ്ടാണ്? സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഈ ഫേസിൽ എക്സ് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സാണ്. That stress is acting on this area, this rectangular area. Dimension dy and dz. dy into dz ആണ് ഈ ബ്ലൂ സർഫസിൻ്റെ ഏരിയ. സ്ട്രെസ് എന്ന് പറയുന്ന ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ സ്ട്രെസ് ഇൻറ്റു ദ ഏരിയ ഓൺ വിച്ച് ഇറ്റ് ഇസ് ആക്ടിങ്, ദാറ്റ് വിൽ ഗിവ് യു ദ ഫോഴ്സ്. അപ്പോൾ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു ഡി വൈ ഡി സെറ്റ്. അത് എ കൂടെ പാസ് ചെയ്യുന്ന എക്സ് പ്ലെയിനിലുള്ളത്. ഇനി രണ്ടാമതെടുത്ത പ്ലെയിനിലുള്ളത് സിഗ്മ എക്സ് പ്ലസ് ഡോ സിഗ്മ എക്സ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ദിസ് ഏരിയ. അവിടെ അതിൻ്റെ ഏരിയ ഡി വൈ ഡി സെറ്റ് തന്നെയാണ്. ഇതുപോലെ മൈനസ് ടോ വൈ എക്സ് താഴെയുള്ള ഗ്രീൻ പ്ലെയിനിൽ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡി എക്സ് ഇൻറ്റു ഡി സെറ്റ്. അപ്പോൾ ഇതുപോലെ മൂന്നാമത്തെ പ്ലെയിനിൽ പിങ്ക് പ്ലെയിനിൽ ബാക്കിലുള്ള പ്ലെയിനിൽ ഉള്ള സ്ട്രെസ് മൈനസ് ടോ ഇസഡ് എക്സ് പ്ലസ് ഫ്രണ്ടൽ പ്ലെയിനിലുള്ളത്. അപ്പോൾ ഈ ടേംസ് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിൻ്റെയും സമ്മായി അതിനെ നമ്മൾ ഈ സീറോയിൽ ഇക്വേറ്റ് ചെയ്തു. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
ഈ സിഗ്മ എക്സും ഈ ഡി വൈ ഡി സെറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സിഗ്മ എക്സ് ഇൻറ്റു ഡി വൈ ഡി സെറ്റിന് അത് പ്ലസ് ആണ്, പോസിറ്റീവാണ്. അതിൻ്റെ തന്നെ ഒരു നെഗറ്റീവ് ഇവിടെ ഉണ്ട്, മൈനസ് സിഗ്മ എക്സ് ഡി വൈ ഡി സെറ്റ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള സിഗ്മ എക്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് അത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്താ ബാക്കിയുള്ളത്? ഇത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഇവിടെയുണ്ട്, മൈനസ് ടോ വൈ എക്സ് ഡി എക്സ് ഡി സെറ്റ്. ഇവിടെ ഒരു പ്ലസ് ടോ വൈ എക്സും അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഡി എക്സ് ഡി സെറ്റും ഉണ്ട്. ഇത് രണ്ടും കൂടെ, ഈ ഒരു പ്രോഡക്റ്റും ഈ ടേമും കൂടെ ക്യാൻസൽ ആയി. അപ്പോൾ ഇവിടെ ബാക്കി വരുന്നത് ഈ പ്രോഡക്റ്റാണ് ബാക്കി വരുന്നത്. ഇതുപോലെ മൂന്നാമത്തെ ടേമിൽ നിന്ന് ഈ പ്രോഡക്റ്റ് ബാക്കി വരും. അപ്പോൾ ഇതിലെല്ലാം ഡി എക്സ് ഡി വൈ ഡി സെറ്റ്, ഡി എക്സ് ഡി വൈ ഡി സെറ്റ്, ഡി എക്സ് ഡി വൈ ഡി സെറ്റ്, ഡി എക്സ് ഡി വൈ ഡി സെറ്റ്. ഓക്കെ. അപ്പോൾ അതിനെ ഒരുമിച്ചെടുത്തിട്ട് ഈ ഡി എക്സ് ഡി വൈ ഡി സെറ്റ് നമ്മൾ പുറത്തു പോകും. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ളത് സമ്മെല്ലാം കൂടെ 0 ആയിരിക്കും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ, ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം. അതിലെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി സിഗ്മ എഫ് വൈ എടുക്കുമ്പോൾ മറ്റൊരു ഇക്വേഷൻ കിട്ടും, സിഗ്മ എഫ് ഇസഡ് എടുക്കുമ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനും കൂടി ചേർത്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇതാണ് ആ മൂന്ന് ഇക്വേഷൻസ്. ഇത് നമുക്ക് ഡിനോമിനേറ്റർ വരുന്ന ഡി എക്സ് ഡി വൈ ഡി സെറ്റ് മൂന്നിലും അതേ ഓർഡറിലാണ് വരുന്നത്. മുകളിൽ വരുന്നത്, ന്യൂമറേറ്ററിൽ വരുന്നത് സ്ട്രെസ് ടെൻസറിൽ കാണുന്ന അതേ ഓർഡറിലാണ്. സിഗ്മ എക്സ് ടോ എക്സ് വൈ ടോ എക്സ് സെറ്റ്, ടോ എക്സ് വൈ സിഗ്മ വൈ ടോ വൈ സെറ്റ്, ടോ എക്സ് സെറ്റ് ടോ വൈ സെറ്റ് ടോ സെറ്റ് സിഗ്മ സെറ്റ്. അപ്പോൾ ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഇനി കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ദിസ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഇൻ 3 dimensions, more specifically in Cartesian coordinates. നമ്മുടെ എക്സ് വൈ സെഡ് എന്നുള്ള കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. And these equations are to be satisfied at all points within a stressed body. അടുത്ത് നമ്മൾ നോക്കുന്നത് പ്ലെയിൻ സ്ട്രെസ് എന്നുള്ള കണ്ടീഷനാണ്. പ്ലെയിൻ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 dimensional കേസ്. നമ്മൾ ത്രീ ഡയമെൻഷൻ എന്നാണ് നേരത്തെ പറഞ്ഞത്, ഇതിപ്പോൾ നമ്മൾ 2 dimensionലോട്ട് കൊണ്ടുവന്നാണ്. ദ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് വെൻ സ്ട്രെസ്സസ് ആക്ടിങ് ഇൻ എനി വൺ ഡയറക്ഷൻ ആൾ ആർ 0. നമ്മൾ ഇസഡ് ഡയറക്ഷൻ എടുക്കുന്നു, ഇസഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസ് എല്ലാം 0 ആണ്. അപ്പോൾ നമ്മുടെ സ്ട്രെസ് ടെൻസറിൽ എന്തൊക്കെ ഉണ്ടാവും? സിഗ്മ എക്സ് ടോ എക്സ് വൈ ടോ എക്സ് വൈ, ഈ 4 കമ്പോണൻസേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ ഇസഡ് വരുന്ന ടേംസ്, ഇസഡ് വരുന്ന ടേംസും ഇസഡ് മാത്രം വരുന്ന ഇക്വേഷനും എല്ലാം ഇല്ലാതാവും. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ട് 2 dimensional കേസിലുള്ളൂ. ഓൺലി 2 equations involving 2 terms each. 3 dimensional വരുമ്പോഴത്തേക്ക് 3 terms ഉള്ള 3 equations ഉണ്ടാകും. ഇതൊക്കെയാണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയത്തിനെ പറ്റി പറയാനുള്ളത്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻ 3 dimensions using Cartesian coordinate system. Okay, we will stop the class now. The details are available in the textbook, which is available in Flipkart also.